ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആ മഹത്വത്തിൽ നിറഞ്ഞ് നടക്കാൻ ഒത്തിരി ആഗ്രഹിക്കുക. ഇറങ്ങും പോകാതെ ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൽ നിറഞ്ഞ് ആ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നടക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പൗലോസിൻ്റെ ചില വാക്കുകൾ, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നും, ആമേൻ, പൗലോസിൻ്റെ ചില വാക്കുകൾ നിങ്ങളോട് ഷോർട്ടായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് 1 കൊരിന്ത്യർ 1-10 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ ഇല്ലാത്ത, കാണാൻ കഴിയാത്ത ഒന്നാണിത്. ആമേൻ. പലരും വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നു, ഭിന്നതയുണ്ടാകുന്നു, പലരും പരസ്പരം മത്സരിക്കുന്നു. ഒരാൾ പറയുന്നത് മറ്റൊരാൾ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കൊരിന്ത്യർ സഭയിലും ഇത് തന്നെ സംഭവിച്ചപ്പോൾ, ആമേൻ, ചിലർ പൗലോസിൻ്റെ പക്ഷക്കാർ, ചിലർ അപ്പോലോസിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് സെപ്പറേഷൻ അവിടെ ഉണ്ടായ സമയത്ത് പൗലോസ് അവർക്ക് എഴുതിയ ചില വാക്കുകളായത്. ആമേൻ. ഇന്ന് ഞാനിത് ദൈവസഭയ്ക്ക് കൈമാറുകയാണ്, എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് കൈമാറുകയാണ്. ഹല്ലേലൂയ. നമ്മളെ ആരുടെയും പക്ഷക്കാരാകരുത്. നമ്മൾക്ക് ഒരു പക്ഷമേ ഉണ്ടാകാറുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ പക്ഷക്കാരായി മാറുക. ഹല്ലേലൂയ. കാരണം പൗലോസ് ഇന്നത്തെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തുവാണ്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിനെ, ആമേൻ, കാൽവരിയിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് ക്രിസ്തുവാണ്. നിങ്ങൾക്ക് വേണ്ടി ക്രൂശ് വഹിച്ചത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ആമേൻ. വേറെ ആരുടെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാം: സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ആമേൻ. പൗലോസ് ഇത് പറയാൻ കാരണമുണ്ട്. മുമ്പിലത്തെ വാക്യങ്ങളൊക്കെ വായിച്ചാൽ, ആമേൻ, പൗലോസ് ഇത് നമ്മൾ ആരാണെന്ന്, ആമേൻ, ബോധ്യം പൗലോസ് അതിനു മുമ്പ് നമുക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയ. 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഇങ്ങനെ പൗലോസ് പറയുന്നത്: നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുക, ക്രിസ്തുയേശു മൂലം ആ ദൈവകൃപ, ദൈവത്തിൻ്റെ ആ അബൻഡൻറ്റ് ഗ്രേസ് നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ കൃപ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ കൃപ? ആമേൻ. കർത്താവിൻ്റെ കൃപയും കരുണയും എന്ന് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആമേൻ. കൃപ എന്താ? അർഹിക്കാത്തത് നൽകിയതാ കൃപ. ആമേൻ. എനിക്ക് അർഹതയില്ല, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അത് ലഭിക്കാൻ, അത് സ്വീകരിക്കാൻ ഒരു യോഗ്യതയുമില്ല. യോഗ്യതയില്ലാത്തത്, അർഹതയില്ലാത്തത് നൽകിയതാ കൃപ. ആമേൻ. അപ്പോൾ കരുണ എന്താ? കരുണ നീ അർഹിക്കുന്നത് നിനക്ക് നൽകാതിരുന്നതാണ് കരുണ. ഹല്ലേലൂയ. നീ അർഹിക്കാത്ത ദൈവസാന്നിധ്യം, നീ അർഹിക്കാത്ത പുത്രത്വം നിനക്ക് നൽകിയത് കൃപ. നീ അർഹിക്കുന്ന നിൻ്റെ പാപത്തിനനുസരിച്ചുള്ള നീ അർഹിക്കുന്ന ശിക്ഷ, മരണം നിനക്ക് നൽകാതിരുന്നത്, ആമേൻ, അത് നൽകാതിരുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഹല്ലേലൂയ. പൗലോസ് പറയാ, യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം, ആമേൻ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, ആ യേശുക്രിസ്തുവിൻ്റെ ടെസ്റ്റിമണി നിങ്ങളിൽ എത്രത്തോളം അത് ഉറപ്പായിരിക്കുന്നു. യേശുക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ എങ്ങനെയായിരുന്നുവോ, ആമേൻ, അവൻ കർത്താവിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ. അവൻ സകലത്തിലും അനുസരണയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. പിതാവ് പറയുന്നതിനപ്പുറം കർത്താവ് പ്രവർത്തിച്ചിരുന്നില്ല. ആ കർത്താവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരുന്നത് പോലെ. 6-ാമത്തെ വാക്യം പറയാം: അവനിൽ നിങ്ങൾ സകലത്തിലും, ഹല്ലേലൂയ, ക്രിസ്തുവിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. ആമേൻ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു: ക്രിസ്തുവിൽ നിങ്ങൾ സകലത്തിലും സമ്പന്നരാണ്.
ഹല്ലേലൂയ. ആമേൻ. രാവിലെ സഭയിൽ വന്ന് പ്രാർത്ഥന തുടങ്ങുന്നത്, കർത്താവേ ശൂന്യതയെ നിറയ്ക്കണമേ, ഒന്നുമില്ലാതെ ഞാൻ വന്നിരിക്കുന്നത്, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറച്ചയക്കണമേ. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ആമേൻ നിങ്ങൾ സംസാരിച്ചാൽ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു എന്നൊരാളെ ചോദിച്ചാൽ, വിശേഷം ചോദിച്ചാൽ പറയും ഇങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു നന്മ പറയാൻ ഒരു ദൈവമക്കൾക്കും കഴിയുന്നില്ല. പെന്തക്കോസ്തുകാർക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്ന് പറയാൻ പറ്റുന്നില്ല. ആമേൻ. എന്നോടൊരു വ്യക്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അനുഗ്രഹമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന വാക്കേ ഞാൻ എൻ്റെ നാവിലൂടെ പറയാറുള്ളൂ. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൽ സകലത്തിലും ആമേൻ ഞാൻ സമ്പന്നനായിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദരിദ്രരല്ലെന്നേ, നിങ്ങൾ ശൂന്യമായി ഇരിക്കുകയല്ല, നിങ്ങൾ ഒന്നുമല്ലാത്തവരായി ഇരിക്കുകയല്ല. വചനം പറയുന്നു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ തന്നെ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ തന്നെ. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സാക്ഷ്യം ഒരിക്കലും മാറത്തില്ല. കർത്താവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തിന് വ്യത്യാസം വരത്തില്ല. അതാർക്കും മാറ്റി പറയാൻ പറ്റത്തില്ല. ആമേൻ. കാരണം കർത്താവ് അനന്യന, എന്നേക്കും ഒരുപോലെ ഇരിക്കുന്നവനാണ്. അവൻ സെയിമാ, അവന് മാറ്റമില്ല. അവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. കർത്താവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തിന്, കർത്താവിൻ്റെ ടെസ്റ്റ്മണിക്ക് മാറ്റമില്ല. ആ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ പൗലോസ് പറയാ, ക്രിസ്തുവിൽ അവനിൽ നിങ്ങൾ സകലത്തിലും ആമേൻ വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് ജീവനായി നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനത്തെ നിങ്ങൾ അതുപോലെ സ്വീകരിച്ചിട്ടൊന്ന് പറഞ്ഞ്, കർത്താവേ, ഞാൻ ശൂന്യനല്ല, ഞാൻ ദരിദ്രനല്ല, ഞാൻ ഒന്നുമില്ലാത്തവനല്ല, ഞാൻ കഴിവില്ലാത്തവനല്ല, എന്നെ ആമേൻ ക്രിസ്തുവിൽ ആമേൻ സമ്പന്നരാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം ആമേൻ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ആമേൻ ക്രിസ്തുവിൻ്റെ സകല പരിപൂർണതയും ആമേൻ യേശു ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു. അവനിൽ ആമേൻ ഞാൻ പരിപൂർണനായിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ ആമേൻ അത് പറഞ്ഞ് തീർക്കാൻ വാക്കുകൾ ലഭിക്കത്തില്ല. അത്രയ്ക്ക് ആഴമാണ് ക്രിസ്തു എന്ന പദത്തിനകത്ത്. ആമേൻ. ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയ്ക്കകത്തിരിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിലാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു എന്നത് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഹല്ലേലൂയ. ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും, ദൈവത്തിൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ ആളത്വം മുഴുവൻ, ദൈവത്തിൻ്റെ മഹത്വം മുഴുവൻ ക്രിസ്തുവിൽ നിറച്ചു വെച്ചിരിക്കുക. എന്നിട്ട് പറയുക, ആ ക്രിസ്തുവിൽ എന്നെ പരിപൂർണനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാ. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങൾ സമ്പന്നരാ. ആമേൻ. നിങ്ങൾക്കൊന്നിനും കുറവില്ലെന്നേ, നിങ്ങൾക്ക് ഒന്നിനും ആമേൻ കുറവ് വരത്തില്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ തേജസ് നിറഞ്ഞവരാ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവനാൽ നിറഞ്ഞവരാ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മഹത്വത്താൽ നിറഞ്ഞവരാ. യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിമയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഇമേജാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വഹിക്കുന്നവരാ. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാ. ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ആമേൻ. ഇന്നൊന്ന് തിരിച്ചറിഞ്ഞേ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ പരിപൂർണതയെ വെളിപ്പെടുത്തുന്നതാണ്. ആമേൻ. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്ന ഞാൻ അവൻ്റെ പരിപൂർണതയെ വെളിപ്പെടുത്തുന്നതാ ആമേൻ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ സകലത്തിലും വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നനായിരിക്കുന്നുവെന്ന് ദേശത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആമേൻ. ഓ ദൈവം സ്വർഗത്തിലും നീ ഭക്തനായി ഭൂമിയിൽ ഇരിക്കുന്നതുമല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, അതൊരു മതപരമായ ജീവിതമാണ്. ആമേൻ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയസ്, ആമേൻ. ഇതൊരു മതപരമായ ലൈഫ് അല്ല, ഇതൊരു റിലീജിയൻ അല്ല, ഇതൊരു മതത്തിൻ്റെ ജീവിതം അല്ല. ആമേൻ. ആ സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തെ, ആ ക്രിസ്തുവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതാ, നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതാ ക്രിസ്തീയ ജീവിതം. ഇത് തിരിച്ചറിഞ്ഞേ, ആമേൻ. അവനിൽ ഞാൻ സമ്പൂർണ്ണരായിരിക്കുന്നു. എന്നിട്ട് തൊട്ട് താഴ്ത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അവനിൽ നിങ്ങൾ സകലത്തിലും, ആമേൻ, വിശേഷ സകല വചനത്തിൽ പരിജ്ഞാനത്തിൽ സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഹല്ലേലൂയ. പൗലോസ് അവിടെ കൊണ്ട് നിർത്താത്ത പറയുക, അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും. കൊരിന്ത്യ സഭയെ നോക്കി പറയുക, നിങ്ങളുടെ മേൽ ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, ഭിന്നതയുണ്ട്, പക്ഷേ ഒരു കൃപാവരത്തിലും കുറവില്ല നിങ്ങൾക്ക്, ഒരു കൃപാവരത്തിലും. ആമേൻ. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരാണെന്ന് ആമേൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മീക വരങ്ങളുടെ നിറവ് നിങ്ങളുടെ അകത്തുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഒരു ഭാഗമായിട്ട് മാത്രമല്ല വരുന്നത്, യേശുവിൽ എങ്ങനെ നിറഞ്ഞു നിന്നോ അതേ നിറവോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിൻ്റെ ആത്മാവ്, ആമേൻ, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു ആ ക്രിസ്തുവിൽ വസിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്? ഞാൻ പറയട്ടെ, ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു കൃപാവരത്തിലും നിങ്ങൾ കുറവില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാവി അറിയാൻ നിങ്ങളൊരു പ്രവാചകനെ തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാവി എന്താണെന്നറിയാൻ നിങ്ങളൊരു മനുഷ്യൻ്റെ മുമ്പിലും പോയി തലകുനിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ്, ആമേൻ, നിങ്ങളോട് സംസാരിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ആമേൻ. പൗലോസ് പറയാം, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി അവൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ. ആ വചനം എനിക്ക് ഒത്തിരി എനിക്ക് സന്തോഷം തരാൻ തുടങ്ങി. ആ വചനം ഞാൻ ഒത്തിരി സമയം കൺഫസ് ചെയ്യാൻ തുടങ്ങി. ആ വചനം ഇങ്ങനെ പറയുന്നത്, ആമേൻ, കുറവില്ലാത്തവരായി, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാണോ? ഞാനതൊന്ന് വ്യാഖ്യാനിച്ച് ഞാൻ നിങ്ങളോടൊന്ന് ആഴത്തിൽ പറയട്ടെ. ഹല്ലേലൂയ, ആമേൻ. മധ്യാകാശത്ത് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ആമേൻ, ഇന്ന് തിരിച്ചറിഞ്ഞാട്ടെ, ആമേൻ, ആ യേശു ക്രിസ്തു എന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷത നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ആ ക്രൈസ്റ്റ് നിങ്ങളിൽ വെളിപ്പെടുന്നവിടം വരെ നിങ്ങളിൽ ആ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ആകുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ആ ക്രിസ്തുവിൽ സകലത്തിലും, സകല വചനത്തിലും, സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്ന് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നിങ്ങളിൽ പൗലോസ് പറയുക, ആ ക്രിസ്തു വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. എന്നെ കേൾക്കുമ്പോൾ ദൈവം പൈതലെ ഞാൻ പറയട്ടെ, അവൻ തേജസ്സിൽ മധ്യാകാശത്ത് വെളിപ്പെടുന്നത് കാണാൻ നിങ്ങൾ റെഡിയായി നിൽക്കുക. സകല ജനങ്ങളും കാണും, സകല ഗോത്രക്കാരും കാണും, സകല വംശക്കാരും കാണും, സകല ഭാഷക്കാരും കാണും. ആമേൻ. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കാണും, അവർ അറിയും. ആ തേജസ്സിൽ മധ്യാകാശത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നതിന് മുന്നമേ, അപ്പം ആ തേജസ്സിൽ എന്നിലൊന്നും അങ്ങ് വെളിപ്പെടണമേ, അങ്ങ് മഹത്വത്തിൽ എന്നിലൊന്ന് വെളിപ്പെടണമേ. സകല ദേശക്കാരും ഭാഷക്കാരും വംശക്കാരും ഗോത്രക്കാരും ആമേൻ കാണത്തക്ക വിധം യേശു ക്രിസ്തുവെ അങ്ങ് എന്നിലൊന്ന് വെളിപ്പെടണമെന്ന് എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും? ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ബന്ധനം മാറ്റണമേ, എൻ്റെ കെട്ടു മാറ്റണമേ, എൻ്റെ പോരാട്ടം മാറ്റണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആമേൻ, നിങ്ങൾ ക്ഷീണിച്ചില്ലേ? ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒന്നും മാറുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. യേശു ക്രിസ്തുവേ, അങ്ങ് തേജസ്സിൽ മധ്യ ആകാശത്തിൽ അങ്ങ് വെളിപ്പെടുന്നതിന് മുന്നമേ, അങ്ങ് കർത്താവെ മധ്യാകാശത്തിൽ തേജസ്സിൽ വെളിപ്പെടുന്നതിന് മുന്നമേ അങ്ങ് തേജസ്സിൽ എന്നിലൊന്ന് വെളിപ്പെടണമേ. മഹത്വത്തോടെ ക്രിസ്തുവേ അങ്ങ് എന്നിലൊന്ന് വെളിപ്പെടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ, ആമേൻ. ഗലാത്യ ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ആമേൻ ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, ദേശം ലോകം അത് കണ്ടേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ആ ക്രിസ്തു നിങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത ഭവനക്കാർ അതിനെ തിരിച്ചറിയണം.
അമേൻ, അമേൻ. ക്രിസ്ത്യാനികൾ, രക്ഷിക്കപ്പെട്ടവർ, വിശ്വാസികൾ, ദൈവമക്കൾ, അവർ സാധാരണക്കാരല്ല. നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് ഈ കോൺഷ്യസിൽ, ഈ ബോധ്യത്തിൽ നിങ്ങളൊന്ന് ഇന്ന് തൊട്ട് ജീവിച്ചു തുടങ്ങിക്കേ. ഇന്ന് തൊട്ട് ആമേൻ ഈ ഒരു ബോധ്യത്തിൽ നടന്നു തുടങ്ങിക്കേ. എന്നിൽ യേശു ക്രിസ്തു വെളിപ്പെടണം, അവൻ്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെടണം, അവൻ്റെ തേജസ് ആമേൻ അനേകർ എന്നിൽ കാണാൻ തുടങ്ങണം. ഹല്ലേലൂയ. 2018 അത് തേജസ്സിൻ്റെയും മഹത്വത്തിൻ്റെയും ജീവൻ്റെയും വർഷമായി ഇത് മാറട്ടെ നിങ്ങൾക്ക്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പലതിനെ ചൊല്ലി വിലപിച്ച കാലങ്ങൾ ആമേൻ അതിനെ ഉപേക്ഷിച്ചാട്ടെ. പലതിനെ ഓർത്ത് ഭാരപ്പെട്ട സമയങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രയാസത്തിലേക്ക് നോക്കി തളർന്നിട്ടില്ലേ? ആമേൻ. നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കി എങ്ങനെ രക്ഷ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇന്ന് തിരിച്ചറിഞ്ഞ്, ഇല്ല, ഞാൻ അവനിൽ സമ്പന്നനായിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആമേൻ പ്രതിരൂപമായ ആമേൻ സർവ്വസമ്പൂർണ്ണതയും ആളത്വമായി വസിക്കുന്ന, ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു. ഞാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഐ എം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാ. ആമേൻ. അവനിൽ ഞാൻ സമ്പന്നനായിരിക്കുക. ഹല്ലേലൂയ എന്ന് തിരിച്ചറിഞ്ഞേ, ഇല്ല, ആ ക്രിസ്തു എന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ നിമിഷം എന്നെ കേൾക്കുമ്പോൾ ദൈവ പൈതലെ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരാത്മാവിൻ്റെ പരിവർത്തനം നിങ്ങളുടെ മേൽ സംഭവിക്കുന്നുണ്ട്. ഒരാത്മാവിൻ്റെ പകർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കുന്നുണ്ട്. ആ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ ലോകത്തിൻ്റെ വെളിച്ചമാ. ആമേൻ. ആ വെളിച്ചം നിന്നിൽ ആമേൻ പ്രകാശിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. അവൻ്റെ തേജസ് നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ആമേൻ. അവൻ്റെ എറ്റേണൽ ലൈഫ് നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ആമേൻ. പിശാചു വരുമ്പോൾ അവൻ നിന്നെ കാണത്തില്ല, മറിച്ച് നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുയേശുവിനെ കാണുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഭിന്നത മാറ്റി വെച്ചേ. ആമേ. നിങ്ങൾ ഒരേ മനസ്സുള്ളവരായിരുന്നാട്ടെ. നിങ്ങളുടെ ഇടയിലുള്ള പിണക്കം മാറ്റിവെച്ചേ, ഈർഷ മാറ്റിവെച്ചേ. നിങ്ങളിൽ ആ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളെ കണ്ടാൽ ആമേൻ ക്രിസ്തു നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർ എല്ലാവരും ഒരുപോലെയായി തീരുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കെ, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടട്ടെ. എൻ്റെ ക്രിസ്തുവിൻ്റെ മഹത്വം എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. എൻ്റെ സഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ പൂർണ്ണത എൻ്റെ ഭവനത്തിൽ വെളിപ്പെടട്ടെ. എന്നിൽ അത് വെളിപ്പെടട്ടെ. ഞാൻ പറയട്ടെ, ആമേൻ, അവൻ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ആമേൻ അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. ആമേൻ. എൻ്റെ 30-ാമത്തെ വചനം, 1-ാം അധ്യായം 30-ാമത്തെ വചനം, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലെങ്കിലും ഞാൻ പറയുന്നു. ആമേൻ. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം. ക്രിസ്തു നിൻ്റെ ജ്ഞാനമാ, ക്രിസ്തു നിൻ്റെ നീതിയാ, ക്രിസ്തു നിൻ്റെ ശുദ്ധീകരണമാ, ക്രിസ്തു നിൻ്റെ വീണ്ടെടുപ്പാ. അവനിൽ നീ സമ്പൂർണ്ണരായിരുന്നാൽ, അവനിൽ നീ സമ്പന്നനായിരുന്നാൽ, അവനിൽ നീ പരിപൂർണമായിരുന്നാൽ നിൻ്റെ ജ്ഞാനം ആമേൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. പൗലോസ് അത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ജ്ഞാനികളെ ലജ്ജിപ്പിച്ച ഒരു ജ്ഞാനമുണ്ട്. ആ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു. ആമേൻ. അത് നിൻ്റെ ജ്ഞാനമായി വെളിപ്പെടും. ആർക്കുമില്ലാത്ത ജ്ഞാനം നിന്നിൽ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. അവൻ നിൻ്റെ ശുദ്ധീകരണമായി വെളിപ്പെടുവാൻ തുടങ്ങും. അവൻ നിൻ്റെ വീണ്ടെടുപ്പായി വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആർക്കും ഇല്ലാത്തൊരു ജ്ഞാനം നിൻ്റെ ഉള്ളിൽ വെളിപ്പെടണമെങ്കിൽ തിരിച്ചറിഞ്ഞ്, നീ വസിക്കുന്ന, നിൻ്റെ ഉള്ളിലായിരിക്കുന്ന, നീ ആയിരിക്കുന്ന ആ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാ. ആ ക്രിസ്തു ദൈവത്തിൻ്റെ നീതിയാ. ആ ക്രിസ്തു ദൈവത്തിൻ്റെ ശുദ്ധീകരണമാ. ആ ക്രിസ്തു ദൈവത്തിൻ്റെ വീണ്ടെടുപ്പാ. ദൈവത്തിൽ നിന്നുള്ള നിൻ്റെ വീണ്ടെടുപ്പ്. ഇന്ന് തിരിച്ചറിഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. നീ ഇനി തളർന്നു പോകത്തില്ല. നീ ഇനി പരാജയപ്പെട്ടു പോകത്തില്ല. നീ ഇനി ക്ഷീണിച്ച് പോകത്തില്ല. ആമേൻ. നീ ആമേൻ. നീ ഇനി പഴയ പടി നിനക്ക് നടക്കാൻ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം ഞാൻ കേൾക്കുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ ആമേൻ ഞാൻ തുള്ളിച്ചാടാറുണ്ട്. ഞാനതിന് കൺഫസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിൽ അത് വെളിപ്പെടണം. ഞാൻ പഴയ വ്യക്തിയല്ല. ആമേൻ. ഞാൻ കാണുന്ന ഒത്തിരി അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ആമേൻ എൻ്റെ ജീവിതത്തിൽ എന്നിലൂടെ കർത്താവ് ചെയ്യുന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല. ആ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വെളിപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കാണുന്നു. പലപ്പോഴും വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരുന്നു. ആമേൻ. കുരുട്ട് കണ്ണുകൾ തുറന്നു വരുന്നു. ട്യൂമറുകൾ ഡിസപ്പിയർ ആകുന്നു. ആമേൻ. ഇല്ലാത്ത അസ്ഥികൾ ഉളവായി വരുന്ന അത്ഭുതങ്ങൾ, ഇതെല്ലാം ആമേൻ മിനിസ്ട്രിക്കകത്ത് കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇതേ അത്ഭുതങ്ങൾ, ഇതേ ജീവൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ നിങ്ങൾ പോകുന്ന മേഖലകളിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങും. ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. യേശു എന്നും ജീവിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ കർത്താവ് കുടുംബങ്ങളെ വിടുവിക്കുന്നത് കാണാൻ കഴിയുന്നു. കുടുംബത്തിലുള്ള അത്ര പേരെയും കർത്താവ് സൗഖ്യമാക്കുന്നു, അവരെ വിടുതലാക്കുന്നു, അവർക്ക് സമാധാനം കൊടുക്കുന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ നടക്കുന്നത് കാണുന്നു. ഇതിൻ്റെ എല്ലാ അർത്ഥം
യേശു ഇന്നും ജീവിക്കുന്നു. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്കൊരു അത്ഭുത സാക്ഷ്യം ഇപ്പോൾ കേൾക്കാം. ഒരു കുടുംബത്തിനകത്ത് 14 വർഷമായി മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന ഒരു വ്യക്തി, കുടുംബത്തിൽ സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങൾ. അവർ നമ്മുടെ സഭയിൽ കടന്നു വന്നു. ആ വ്യക്തിയെ കർത്താവ് പൂർണ്ണമായി വിടുതലാക്കി, മദ്യപാനത്തിൽ നിന്ന് വിടുതലാക്കി. അവരോട് വാഗ്ദത്തം പറഞ്ഞതുപോലെ അവർക്ക് നന്മകൾ കർത്താവ് കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തു. വാഹന നന്മ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വൈഫിന് 5 വർഷമായി മാറാത്ത തലവേദനയായിരുന്നു. ടാബ്ലറ്റ് എടുത്തുകൊണ്ട്, മരുന്നെടുത്തുകൊണ്ട് വേണം ജോലിക്ക് പോകാൻ. അതുപോലെ മാറാത്ത തലവേദനയായിരുന്നു. കർത്താവ് അങ്ങോട്ട് അവരോട് സംസാരിച്ചു, അവരെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഇത്രയും വർഷമായി അവർ മരുന്ന് യൂസ് ചെയ്യുന്നില്ല. അവർ കുഞ്ഞ് സംസാരിക്കുന്നില്ല, പഠിക്കാൻ പുറകോട്ടായിരുന്നു. അങ്ങനെ തകർന്നൊരു കുടുംബത്തെ ആ കുഞ്ഞിനെ യേശു തൊട്ടു ആ കുഞ്ഞിനെയും. ആമേൻ. ആ കുഞ്ഞിന് വിടുതലായി. ആ കുഞ്ഞിൻ്റെ തലവേദന മാറി. ആ കുഞ്ഞ് സൗഖ്യമായി. ആ കുഞ്ഞിന്ന് ക്ലാസ്സിൽ ഫസ്റ്റായിരിക്കുന്നു. എത്ര വലിയവനാണ് നമ്മുടെ യേശു. ആ യേശു ഇന്നലെ ഇന്നും എന്നേക്കും മാറാത്തവനാ. ആ യേശു നിങ്ങളെയും സൗഖ്യമാക്കും. നിങ്ങളുടെ ജീവിതത്തിലും ആ യേശു അത്ഭുതം ചെയ്യും. ഈ സാക്ഷി നിങ്ങളെല്ലാവരും கண்டாட்டே. காட் பிளஸ் யூ. கர்த்தருடைய நாமம் பரிசுத்தப்படுவதாக. கட்சியெல்லாம் நம்ம அந்த டிவி ப்ரோக்ராமில் 20% இந்த சிஸ்டர் வந்தீங்க. அப்போ அவங்களோட சாட்சி பயங்கரமான சாட்சியாக இருந்துச்சு. அதை பார்த்து தான் நான் நினச்சி இனியும் நம்ம ஆண்டவருக்குள்ளே பொங்கி வரணும் அப்படிங்கிற ஒரு இதோட சர்ச்சையை தொட்டோம். சர்ச்சையான எங்களுக்கு தெரியாது. ஆனால் பாஸ்டர் புதுக்காட்டுக்கு வந்திருக்காங்க. 14 வருஷமாக அவங்க மனம் திரும்பவே இல்லை. நானும் எத்தனையோ பாஸ்டர்ஸ் கிட்டலாம் கூட்டிகிட்டு போனேன். பயங்கர ட்ரிங்க்ஸ் எல்லாம் பயங்கரமாக அடிப்பாங்க. ஆனாலும் என்னை பயங்கரமாக கஷ்டப்படுத்துவாங்க. அந்த சூழ்நிலையில் எத்தனையோ நாள் எங்ககிட்ட இருந்த நகை, பொண்ணு, பொருள் எல்லாமே எங்களை விட்டு போயிடுச்சு. கூட பிறந்தவங்க அத்தனை பேரும் எங்களை விட்டு வேலைக்கு போயிட்டாங்க. போன இடத்துல அப்படியே ரொம்ப கஷ்டத்தில் எங்களை யாருமே ஒரு வேலை சாப்பாடு கூடி பயங்கரமாக கஷ்டப்பட்டுட்டு இருக்கும்போது என்னைக்கு நான் ஆண்டவரை நான் ஏற்றுக்கிட்டனோ அன்னையிலேருந்து அந்த சமாதானமானக்கு வந்துருச்சு. பின்ன நானாக தான் ஜெபம் பண்ண ஆரம்பித்தேன். பின்ன பாஸ்டர் சர்ச்சைக்கு அவங்க கூப்பிட்டு வந்தாங்க. சர்ச்சைக்கு கூப்பிட்டு வந்தோடனே பாஸ்டர் என்னை தொட்டு ஜெபம் பண்ணார். அப்போ நான் 2-3 தடவை கீழே விழுந்தேன். யார் சொன்னாலும் 14 வருஷமாக எத்தனை பாஸ்டர்கிட்ட நான் கூட்டிகிட்டு போனேன். யாரோட பேச்சையும் கேட்காத இவர் பாஸ்டர் தொட்ட உடனே அவங்களுக்குள்ள என்னதான் நடந்துச்சுன்னே எனக்கு தெரியாது. பாஸ்டரையும் சிஸ்டர் அவங்க வந்து பார்த்தோமோ அன்னையிலேருந்து அந்த இதுலேருந்து விட்டுட்டோம். அப்போ நான் பாஸ்டர் சொல்லி நான் ஜெபம் பண்ண காரியங்கள் எல்லாமே ஏற்ற வேலையில் எனக்கு செய்து கொடுப்பாங்க. அதே இல்லாமல் வாகனம் எடுத்தது வந்து நாங்கள் போன வருஷம் 8ஆம் மாதம் எனக்கு அந்த வாகனத்தை ஆண்டவர் கொடுத்தாரு. 5 வருஷமாக எனக்கு பயங்கரமாக தலைவலி வரும். டேப்லெட் வந்து 2 மணி நேரத்துக்கு ஒருக்க நான் எப்பவும் டேப்லெட் எடுத்துகிட்டே இருப்பேன். வேலைக்கு போகும்போது என் கையில் எப்பவும் டேப்லெட் இருக்கும். பாஸ்டர் எங்கள் வீட்டு வாசப்படியில் வந்த உடனே, சிஸ்டர் உங்களுக்கா பிரதருக்கா இந்த மாதிரி கையும் காலும் வரமாட்டுக்கு தலைவலினால ரொம்ப கஷ்டப்படுறீங்க அப்படின்னு சொல்லி சொன்னார். அப்போ எனக்கு ஒரு அதிர்ச்சியாக இருந்துச்சு என் உடம்பெல்லாம். அந்த சூழ்நிலையில் எனக்கு தான் பாஸ்டர் அப்படின்னு சொன்னோன்னா பாஸ்டர் எனக்கு ப்ரேயர் பண்ணிட்டு போனாங்க. பாஸ்டர் வந்து ப்ரேயர் பண்ணிட்டு போனதுலேருந்து இந்த 3 வருஷமாக நான் டேப்லெட்டே எடுக்காமல் அன்னையிலேருந்து தான் பாஸ்டரோட ப்ரேயருக்கு கண்டினியூவாக வர ஆரம்பித்தோம். அன்னைக்கு வந்துட்டு 2016 நவம்பர் மாதம் பாஸ்டர் இவர் வந்து வேற ஒரு வண்டியை ஓட்டிகிட்டு இருந்தாங்க. அந்த கீயை பாஸ்டர்கிட்ட கொடுத்து ப்ரேயர் பண்ணிட்டு போகும்போது பாஸ்டர் சொன்னாங்க, நீங்கள் இவ்வளோ ஆண்டவருக்குள்ளே இருந்து எல்லாத்தையும் இழந்தீங்க. இந்த 2017 முடிகிறதுக்குள்ளே ஆண்டவர் உங்களுக்கு நீங்கள் இழந்த பொருளெல்லாம் திருப்பி ரெட்டத்தனையாக கொடுக்க போகிறாரு. உங்களுக்கு வர வருஷத்தில் நீங்கள் உங்களுக்கு இதேமாரி வாகனம் ஆண்டவர் கண்டிப்பாக சொந்தமாக கொடுப்பாரு. அதேமாரி எங்களுக்கு அந்த வாகனம் கொடுத்துட்டாரு. பின்ன வந்து நான் 10 பைசா கடன் இல்லாமல் ஆண்டவர் எங்களுக்கு 6 லட்சம் ரூபாய்க்கு அழகான ஒரு வாகனத்தை அதே மாதிரி கொடுத்தாரு. என் குழந்தைக்கு வந்து நாங்கள் 2 பேரும் சண்டை பிரச்சனையில் இருக்கும்போது அவன் வந்து வாய் பேசவே மாட்டான். அப்போ பாஸ்டர்கிட்ட வந்து நாங்கள் ப்ரேயர் பண்ணிட்டு போகும்போது பாஸ்டர் நீ வந்து ஊழியத்துக்காக வேண்டி ஒப்பு கொடுத்துருக்காங்க அப்படின்னு சொல்லி பாஸ்டர் சொன்னாங்க. அப்போ ஆமாம் பாஸ்டர்ன்னு சொல்லிட்டு தம்பி ப்ரேயர் பண்ணி ஸ்கூலில் கொண்டு போய் விட்டுட்டோம். நல்லா படிக்கணும், பைபிள் படிக்கணும்னு சொல்லி பாஸ்டர் ப்ரேயர் பண்ணி அனுப்புனதுல இருந்து அது வரைக்கும் டீச்சர்ஸ் எல்லாரையும் பார்த்தா அவன் பயங்கரமாக பயப்படுவான். அதுக்கடுத்து ஒரே அழுதுட்டே தான் இருப்பான் ஸ்கூலில் போனாலும். ஆனால் இன்னைக்கு ஜிஸ்டர் வந்து இங்கே வந்து ஜிஸ்டர் தான் தொட்டு ஜெபம் பண்ணீங்க. சப்பா இந்த எனக்கு அடிக்கடி தலைவலி வரும் சின்ன பையனுக்கு. அது இப்போ அந்த தலைவலியே இல்லை, நல்லா படிச்சுக்கிட்டு இருக்காங்க. ஸ்கூல்லேயே ஃபர்ஸ்ட் ரேங்க் எடுக்கிற அளவுக்கு ஆண்டவர் உதவி செஞ்சிருக்கிறாரு. ஏசப்பா இன்னைக்கும் உயிரோடு ஜீவிக்கிறாரு. என்னைய இது போல் எல்லா பிரச்சனைலேருந்து மாற்றின தேவன் உங்களையும் இது போல் மாற்றி கண்டிப்பாக உங்களுக்கு என்னென்ன பிரச்சனை இருக்கோ எல்லாம் மாற்றுவார்.
ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറഞ്ഞേ ആമേൻ, ക്രിസ്തുവിൽ ആമേൻ ഞാൻ സമ്പന്നനായിരിക്കുന്നു. സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും, സകല പരിജ്ഞാനത്തിലും, സകല ജ്ഞാനത്തിലും ഞാൻ സമ്പന്നനാ. ഞാൻ ദരിദ്രനല്ല, ഞാൻ കുറവില്ലാത്തവനല്ല. ക്രിസ്തുവിൽ ആമേൻ എന്നെ സമ്പന്നനാക്കിയ കർത്താവ് വെച്ചിരിക്കുന്നത്. ആമേൻ. അഭിലാഷ്, നിന്റെ ജീവിതത്തിൽ കർത്താവ് സമ്പന്നത കൊണ്ട് നിറയ്ക്കാൻ പോകുക. ദൈവ മഹത്വത്തിൻ്റെ സമ്പന്നത കൊണ്ട് നിറയ്ക്കാൻ പോകുക. മോട്ടി, നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യാസങ്ങളെ കർത്താവ് കൊണ്ടുവരാൻ പോകുക. താങ്ക് യു ലോർഡ് ജീസസ്. ലതാ, നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യാസങ്ങൾ പരിശുദ്ധാത്മാവ് അയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതർ സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്നവർ, പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹത്തെ നീ തിരിച്ചറിഞ്ഞേ. ആമേൻ, ആമേൻ. 10 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാനായിട്ട് തുടങ്ങും. വലിയ ദൈവപ്രവർത്തികൾ നടക്കും. നിങ്ങൾ ആ വീട് മേടിക്കാൻ ആമേൻ ആഗ്രഹിക്കുന്നല്ലേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നല്ലേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു തരാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങളെ കർത്താവ് അവൻ മൂവ് ചെയ്യിപ്പിക്കുന്നു. സ്റ്റെപ്പ് വെച്ചോ, അത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തു, അതിന്മേൽ ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. കിഷോർ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഗ്രഹങ്ങളെ കാണും. യേശു നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. ചില സ്കിൻ ഡിസീസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. ചില അസ്ഥി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ആമേൻ. കുറേ നാളുകളായി ആക്സിഡൻറ്റ് സംഭവിച്ചു, അസ്ഥിക്ക് ക്ഷതമുണ്ടായി, നടക്കാൻ പറ്റുന്നില്ല, ആ കൈ ആമേൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ആ ദൈവശക്തി ആ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്നു. ദൈവശക്തി ആ ശരീരത്തിലേക്ക് ഇറങ്ങുന്നു. അത്ഭുത സൗഖ്യം ആമേൻ. ആ അസ്ഥിയുടെ മേൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കുന്നു. പുതിയ ജീവൻ അവിടെ പകരട്ടെ. ക്രിസ്തുവിൻ്റെ ജീവൻ ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമായി ഈ സമയം തന്നെ എഴുന്നേൽക്കട്ടെ. ആമേൻ. കർത്താവെ, യൂസ് ചെയ്യാൻ പറ്റാത്ത അവയവങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിപ്പിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം നടക്കുന്നതിനായി നന്ദി. കർത്താവ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പം കൃപയും സാന്നിധ്യം മേൽ വെളിപ്പെടട്ടെ. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. ബ്ലസ് ചെയ്യുന്നപ്പം മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കൂടുതൽ വചനം നിങ്ങൾക്ക് കേൾക്കണം. ആമേൻ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും മൂന്നാറിൽ രാവിലെ 10 മണിക്ക് നമ്മുടെ ആരാധനയുണ്ട്. നിങ്ങളെല്ലാവരും ആരാധനയ്ക്ക് കടന്നു വന്നാട്ടെ. എല്ലാ മാസത്തിൽ നടക്കുന്ന ആ സ്പെഷ്യൽ അനോയിൻറ്റഡ് മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ വിളിച്ചു പറയുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.